ചേച്ചി കുറച്ചുകൂടി റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി ചാനൽസിനെ ഇന്റർവ്യൂവിന് വേണ്ടി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ PR വരാ ഈ ഒരു ചാനലില് എന്നെ നിമിഷ ബിജോ ഒന്ന് എന്താണ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂ ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെന്നിട്ട് എനിക്ക് വലിയ തേങ്ങാക്കൊലൊന്നും നേടാനൊന്നും ഇല്ല. ഇന്റർവ്യൂ തരാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഇമ്മാതിരി തോന്നിവാസം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ തോന്നിയസായിട്ടല്ല ചോദിച്ചത്, ഞാൻ ചേച്ചി റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ചേച്ചി ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. നീ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നേ? നിന്റെ ചാനൽ പിന്നെ ചക്കപ്പൊഴുക്കൊന്നുമല്ലേ കിട്ടുന്നത്, റീച്ചല്ല നിങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ ചെയ്താൽ കിട്ടുന്നത്. ഞാൻ പറയും മൂത്രം കുപ്പിലാക്കി കൊടുക്കാന്ന് പറയും, ഞാനത് സെയിൽ ചെയ്യാൻ പോകുന്നു. എന്റെ ശരീരത്തിൽ ഒന്നും കളയാനില്ല. ചോദിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്, അല്ലാതെ എന്നോട് പറയില്ല. ഹൈ ഹീലുള്ള ചെരുപ്പിട്ട് വന്നിട്ട് ഞങ്ങളുടെ എന്താ പറയാ ചുക്കാമണി ചവിട്ടി പൊട്ടിക്കോ, ഈ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ നുണയല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. സൈക്കിൾ എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവരും കൂടെ വന്ന് എന്നെ കുത്തും. സോറി, ക്ഷമിക്കുക, നിങ്ങളുടെ ഫാന്റസി. ഒരു ദിവസം 4000 പേരോളം ലൈവ് കാണുന്നു. 4 ചാനൽ ഒരുമിച്ച് ലൈവ് ഇടുന്ന ഒരാളാക്കി. അപ്പോൾ 4000 പേര് കാണുമ്പോൾ ഒരു കളി തരുമെന്ന് ചോദിച്ചാൽ കളി ഞാൻ തരാം, നിന്റെ അഡ്രസ്സ് പറ, നിന്റെ വീട്ടിൽ ഞാൻ വരും, കളിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ ഞാൻ വരും. പക്ഷെ ഒരൊറ്റ എണ്ണത്തിന് ചൊവ്വേന്നൊരു ഒരാൾ അഡ്രസ്സ് ഇട്ടതാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. എന്നെ ബാധിക്കാനായിട്ട് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരു ലൈവിൽ പോലും അവരെ കൊണ്ടുവരാറില്ല. പിന്നെ അവർക്ക് പ്രായമായി കഴിയുമ്പോൾ അവർ പറയട്ടെ അമ്മ എനിക്ക് റീൽസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ പറഞ്ഞ് അവർക്ക് എപ്പോൾ വേണം വരാമല്ലോ. കാണാൻ ആളുണ്ടെങ്കിൽ കാണിച്ച് ജീവിക്കാം. അത് ഞാൻ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞേക്കുന്നു. കുലസ്ത്രീകളൊക്കെ മാറിയിരിക്കുക, കാണാൻ താല്പര്യമുള്ളവരും കാണിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവരും കാണിച്ച് തന്നെ ജീവിക്കും. അല്ല എന്നെ മോശമായിട്ടൊന്നും സാബുമോൻ എന്ന് പറയുന്ന ആള് മുമ്പ് ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് മറ്റേ തരികിടാന്ന് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീലക്കുയിൽ വളരെ ഇപ്പൊ ആരാ നല്ലതുള്ളത്? അതെ. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ യൂത്ത് ഫേസ്. ഹായ് ഹലോ, ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എന്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നിമിഷ ബിജോ. വെൽക്കം ടു ഷോ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം, ഇങ്ങനെയൊക്കെ പോകുന്നു. അടിപൊളി. ലൈവ് ഒക്കെ എങ്ങനെ തോന്നുന്നു? സൂപ്പർ സൂപ്പർ. കത്തി കയറി വരുന്നു. അപ്പൊ ഞാന് ചേച്ചീന്റെ ലൈവ് റീസെന്റ് ആയിട്ട് കാണാൻ വേണ്ടി അയ്യോ അങ്ങനെയല്ല, ആ ലൈവില് ചേച്ചി പറഞ്ഞ കാര്യമുണ്ട്, രേണു സുധിയുടെ മകനായിട്ടുള്ള റിതപ്പനെ പിന്നെ ഞാൻ വേണമെങ്കിൽ നോക്കിക്കോളാം, പക്ഷെ പിന്നീട് അവർ അവകാശം പറഞ്ഞു വരരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ കാരണം? ഞാൻ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് ആ കൊച്ചിന്റെ കയ്യിലുള്ള ഒന്നും വേണ്ട. കാരണം കൊച്ചിനെ നോക്കാനായിട്ട് ഒരമ്മയും എൻ്റെ കൊച്ചിനെ നോക്കാൻ നേരമില്ല, എൻ്റെ കൊച്ചിനെ പോയി നോക്കിക്കോ എന്നും പറഞ്ഞ് ഒരമ്മ അങ്ങനെ പറയാറില്ല. അപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, അമ്മ എന്നാൽ ആ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവരും. എൻ്റെ മോൾ എന്നോട് പറയും, അമ്മ എന്നാൽ ആ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവരും, അമ്മയുടെ കൂട്ടുകാരിയല്ലേ, നമുക്ക് നോക്കാം അവനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ നോക്കിക്കോളാം. പിന്നെ അവരെ കൊച്ചിനെ കാണണം, കൊച്ചിനെ തരണം എന്നൊന്നും പറഞ്ഞു പിന്നെ ഞാൻ കൊടുക്കത്തൊന്നുമില്ല. എൻ്റെ തന്നാൽ ഞാൻ ആ കൊച്ചിനെ സേഫ് ആയിട്ട് ഞാൻ നോക്കും. അതാണ് എനിക്ക് പറയാൻ തോന്നി. ഒരു അമ്മയാണല്ലോ, അപ്പൊ എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി കുട്ടിയെ നോക്കുന്നില്ലെന്നാണോ ചേച്ചി പറയുന്നത്? നോക്കുന്നില്ലെന്നല്ല പറയുന്നത്, അവൾ നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് സമയമില്ല. അവൾ ഇങ്ങനെ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ കൊച്ചിന്റെ പേരിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച വായിക്കുന്നത് ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ എന്റെ കൊച്ചിനെ നിങ്ങൾ നോക്ക്, എന്റെ കൊച്ചിനെ നിങ്ങൾ നോക്കുന്ന പറയുന്നത്. അപ്പൊ ഞാൻ നോക്കിക്കോളാം, ആ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആ കൊച്ചിന്റെ പേരിലുള്ള ഒന്നും വേണ്ട, എനിക്ക് ആ കൊച്ചിനെ മാത്രം തന്നാൽ മതി. നല്ല കൊച്ചാ. ഞാൻ നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവന് ഫുഡൊക്കെ വാരി കൊടുത്തു. അപ്പൊ അവൻ നല്ല ആക്റ്റീവാ, പാട്ട് പാടാനും നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്, ഞാൻ നോക്കിക്കോളാം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായ റെസ്പോൺസ് എന്തായിരുന്നു? അങ്ങനെ എന്താ പറയാ, ആരൊന്നും ആ നല്ല കാര്യം അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു, അല്ലാണ്ട് വേറെ ഞാൻ ലൈവിൽ ഇങ്ങനെ ടോപ്പിക്ക് ചെയ്യുമ്പോൾ പറയുന്നതാണല്ലോ, അല്ലാതെ ഞാൻ അങ്ങനെ വീഡിയോയ്ക്കകത്തൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ലൈവിൽ ഇങ്ങനെ ഓരോരുത്തർ കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എന്നോട് ചോദിക്കണം, കാരണം എന്റെ കൂട്ടുകാരിയാണല്ലോ, ഞാൻ പോയതും കൂടിയാണല്ലോ. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ നോക്കിക്കോളാം. അപ്പൊ നല്ല കാര്യം ചേച്ചി, നല്ല കാര്യം ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡീസാണ് കൂടുതൽ നമ്മുടെ ലൈവിലുള്ളത്. അപ്പൊ നല്ല കാര്യം ചേച്ചി, നല്ല കാര്യം ചേച്ചി തന്നെയുള്ള ഒരു സംസാരം തന്നെയാണ്. അപ്പം ചേച്ചി പറഞ്ഞു രേണു സുധി എന്ന് പറയുന്നത് ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്നുള്ളത്. ഇങ്ങനൊരു അലിഗേഷൻ ലൈവിൽ വന്ന് പറഞ്ഞപ്പം രേണു സുധി റെസ്പോണ്ട് ചെയ്തില്ല? ഇല്ല ഒന്നും അല്ല. അവളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവളെ കാണാൻ വേണ്ടി പോയി. ഞാൻ സുധിച്ചേട്ടൻ വഴി പരിചയപ്പെട്ട ഒരാളാണ്, ഇവളുമായിട്ട് ഞാൻ കോണ്ടാക്ട് ഇല്ലായിരുന്നു. സുധിച്ചേട്ടൻ വഴി ഞാൻ പരിചയപ്പെട്ടു. ആ സമയത്ത് അന്ന് പോയിട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം അവർക്കൊരു PRP എടുക്കാന്ന് പറഞ്ഞു തലയിൽ. അപ്പൊ ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുറേ മെസ്സേജ് ഇട്ട് വോയിസ്. അപ്പം ഞാൻ നോക്കിയിട്ട് പറയാം, കൊച്ചിയിൽ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. പിന്നെ ഞാൻ അതിന് ശേഷം കുറേ മെസ്സേജ് ഇട്ട്, ഇവിടെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. ഞാൻ അന്നിട്ട് വാട്സപ്പ് ഏകദേശം ഒരു 2 ആഴ്ച കണ്ടായി തോന്നുന്നു. അന്നിട്ട് മെസ്സേജ് പോലും പുള്ളിക്കാർ ഇന്ന് ഓപ്പൺ ആക്കിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ സ്റ്റാറ്റസ് കണ്ടു. എനിക്ക് കൂടുതൽ എൻ്റെ വാട്സപ്പ് ഞാൻ നോക്കാറില്ല,
കൂടുതലും കോള് എന്നെ വിളിക്കുക, നോർമൽ കോൾ വിളിക്കുക, വാട്സപ്പ് ഞാൻ അങ്ങനെ നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കുന്ന സ്റ്റാറ്റസ്. അപ്പോൾ ഞാൻ നോർമൽ കോൾ വിളിച്ചപ്പോഴും അങ്ങനെ പുള്ളിക്കാരി എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല, പിന്നെ ഞാൻ എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഭയങ്കര തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ഇപ്പോൾ അവളെ കൂടുതൽ കാണാൻ പറ്റും. അവൾ അങ്ങനെ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് അവൾ കയറി പൊക്കോട്ടെ, പക്ഷേ സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിക്കുക. എന്നെ സംബന്ധിച്ച് ഞാനൊരു അമ്മയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ. നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ തെറി വിളിക്കുന്നതിന് നമ്മൾ പൊരുതി നേടുക, അത്ര തന്നെ ഉള്ളൂ. സ്വന്തം മക്കളെ ഒരിക്കലും സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. ഒരമ്മയായി എനിക്ക് അത്രയും വിഷമം ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇത്രയും ചാനൽ, എനിക്ക് 3-4 യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പോലും എൻ്റെ മക്കളുടെ ഒരു ഫോട്ടോസോ ഒരു വീഡിയോസ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം നാളെ മറ്റന്നാളെ കൊണ്ടുവരാൻ പറ്റില്ല എന്നല്ല, അത് അവർക്ക് ഇഷ്ടമാണ്. അത് അവർക്ക് പ്രായം വയ്ക്കുമ്പോൾ അവർ പറയട്ടെ, അമ്മ ഞങ്ങൾ ഇതുപോലെ റീൽസ് ചെയ്യാൻ പോകുന്ന അവർ വന്ന് പറയുന്നത്തോളം ഞാൻ അവരെ നിർബന്ധിക്കില്ല. അപ്പം ഞാൻ എന്നെ മാക്സിമം തെറി അത് കേട്ടോട്ട് ഞാൻ അതിൻ്റെ പുറകെ പോകാത്തൊരു വ്യക്തിയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കുട്ടികളെ ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് പ്രശ്നം എന്നാണ് ചേച്ചി ഒരിക്കലും പറയുന്നത്. കൊണ്ടുപോയി വീട്ടുകാരെ വെറുതെ വിട്ടേക്കാന്ന്. നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ മേടിച്ചെടുക്കുക, നമ്മൾ വീട്ടുകാരെ എന്തിനാ അതിനകത്ത് ഉൾപ്പെടുത്തണം, അതിന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇപ്പം സുധിച്ചേട്ടന്റെ ചരമവാർഷിക സമയത്താണെങ്കിലും രേണു സുധിയെ ചേർത്ത് പിടിച്ച് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ച ചേച്ചിയാണ് ഇപ്പം നേരെ തിരിച്ച് ഞാൻ സംസാരിക്കുന്നത്. തിരിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാത്രമല്ല, അവൾ എന്റെ ഫ്രണ്ട് തന്നെയാണ്. കോണ്ടാക്ട് ഇപ്പൊ ആ ഒരു സംഭവത്തിന് ശേഷം അങ്ങനെ കോണ്ടാക്ട് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അവളുടെ ലൈഫായിട്ട് അവൾ ഹാപ്പി ആയിട്ട് അവൾക്ക് എന്താണോ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ അവളത് ചെയ്യട്ടെ. പക്ഷെ ഒരിക്കലും അതിനകത്ത് ഫാമിലിനെ വലിച്ചിടാതെ, കുഞ്ഞു കുട്ടീനെയൊക്കെ മനസ്സ് നോവിക്കാതെ. ഇപ്പൊ കിച്ചു തന്നെയാണെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങി, അവനിപ്പോൾ അത്യാവശ്യം നല്ല ഫോളോവേഴ്സായി. അവന് അത് മതി, ആ ഒരു ഇൻകം, അതിൽ നിന്നൊരു ഇൻകം കിട്ടി, അവൻ അത് മതി, അവന്റെ ലൈഫ് ഹാപ്പി അല്ലേ. അപ്പൊ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിയുമ്പോഴത്തേനും പറയും അത് അവൾക്ക് അഹങ്കാരം അല്ലേ, അവൾക്ക് കുശുമ്പാ, അല്ലെ അവൾ അങ്ങനെ അവൾ ഇങ്ങനെയാന്ന് പറയും. അപ്പൊ എനിക്ക് എന്റേതായ ശരികളുണ്ട്, അതുപോലെ തന്നെ അവൾക്ക് അവളുടേതായ ശരികളും ഉണ്ട്. ഇപ്പം ചേച്ചിയുടെ വിഷയത്തിലോട്ട് തന്നെ വരാം. ഇത്ര നേരം നമ്മുടെ വിഷയമല്ലേ സംസാരിച്ചല്ലേ? എന്റെ ഇന്റർവ്യൂ അല്ലേ വിളിച്ചേ? പക്ഷേ ഒരു നിമിഷത്തിൽ രേണു സുധീർ ഇന്റർവ്യൂ ആയി പോയത് സംശയം. അല്ലല്ല, ചേച്ചിയുടെ ലൈവിൽ ഞാൻ അത് ഭയങ്കര ശ്രദ്ധിച്ചു, ആ ഒരു ഡയലോഗ്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് ചോദിച്ചത്. അപ്പൊ ചേച്ചി അല്ല, അവര് എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടീനെ നോക്കും, കുട്ടീനെ എനിക്ക് ഞങ്ങളുടെ കുട്ടീനെ ആരും നോക്കും, ഈ ഒരു കുഞ്ഞു കുട്ടീനെ നോക്കി എനിക്ക് തോന്നില്ല അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ നോക്കിക്കോളാം കുട്ടീനെ, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ ചേച്ചീന്റെ വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ചേച്ചിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ? എന്റെ പുതിയ വിശേഷം എന്ന് വെച്ചാൽ എന്റെ ചാനൽ ഇങ്ങനെ ലൈവും കാര്യങ്ങളായിട്ട് പോണു. പിന്നെ ട്രിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പല സ്ഥലത്ത് വാഗമണ്ണിൽ നിന്നും വാഗമണ്ണിലേക്ക് തന്നെ പോണു. വാഗമണ്ണ് തന്നെയാണ് സ്ഥിരം ഉണ്ടാവുന്നത്? നമുക്ക് കൂടുതൽ കൊളാബറേഷൻ വരുന്നത് അവിടെയാണ് വരുന്നത്. അപ്പൊ 1-2 വീഡിയോ റീച്ച് ആയി കഴിയുമ്പോൾ അപ്പൊ തന്നെ അടുത്ത റിസോർട്ട് വരെ നമുക്ക് അപ്പൊ തന്നെ മെയിൽ അയക്കും. അപ്പൊ നമ്മൾ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇന്ന് ഞാൻ പോകേണ്ടതാണ്, ഇന്ന് നിങ്ങൾ ഒറ്റ ഒരുത്തിരി കാരണം കൂടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ചേച്ചീനെ എപ്പോ ഇന്റർവ്യൂവിന് വിളിച്ചാലും ചേച്ചി വാഗമണ്ണായിരിക്കും, അപ്പൊ ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടണല്ലോ. മൊത്തത്തിൽ എന്നെ വാഗമണ്ണുകാരി, എനിക്ക് അവിടെ നിനക്ക് വല്ല റിസോർട്ട് വാങ്ങിച്ചൂടെ എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. ഞാൻ നോക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ നമുക്ക് അവിടെ വെച്ച് നടത്താം. ഓക്കെ, അപ്പം ചേച്ചി എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ടുകളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു ആൽബം വന്നിട്ടുണ്ട്. അപ്പൊ സിനിമ സീരിയൽ ഞാൻ അങ്ങനെ നോക്കുന്നില്ല. ഇപ്പൊ ചാനൽ ഉള്ളതുകൊണ്ട് നമുക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം അറിയാലോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ജോലികള് ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ലൈവില് 2 മണിക്കൂർ ഇരുന്ന് ആ നേരം പോകും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ലൈവാണ്. അങ്ങനെ ചാനലിലേക്കുള്ള ഒരു, പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഒക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നിലേക്കും പോവാൻ സമയമില്ല. പിന്നെ ചെറിയ ചെറിയ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ചെയ്യുവാണെങ്കിൽ നല്ല വലിയൊരു വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്റെ ചാനലുമായിട്ട് അങ്ങ് വന്നിട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഇപ്പം ചേച്ചി ലൈവാണ് മെയിൻ ആയിട്ട് ചേച്ചി ചെയ്യുന്ന ഒരു കാര്യം. റീൽസ്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ ലൈവിൽ വരുമ്പം പബ്ലിക് ആയിട്ട് ആളുകളുടെ റെസ്പോൺസ് ചേച്ചി കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയോട് പബ്ലിക് ആയിട്ട് ശരീരഭാഗങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ചിരിയാണ് വരുന്നത്. അതെന്താണ്? അന്നേരം പിന്നെ ഒരു പബ്ലിക് ആയിട്ട് ഒരു പെണ്ണ് ലൈവിൽ ഇപ്പൊ ഏതെങ്കിലും പെണ്ണിനോട് വന്ന് അത് കാണിക്കുന്നവർ ഏതെങ്കിലും പെൺപിള്ളേർ വന്ന് തുണി നോക്കി കാണിക്കും. ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മൂത്രം തരുവോ, പിന്നെ എന്താ നെയിൽ പോളിഷിന്റെ കളറ്, നെയിൽ പോളിഷ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടായി എന്ന് പറയുന്ന ആൾക്കാര്, കാല് കണ്ടാൽ മൂടായി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉള്ള ഈ കേരളത്തില് ഞാൻ പിന്നെ പുച്ഛിച്ച് ചിരിച്ചു തള്ളാനല്ലാതെ എനിക്ക് ഇവിടെ ഇത് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയും മൂത്രം കുപ്പിലാക്കി കൊടുക്കാന്ന് പറയും. ഞാനത് സെയിൽ ചെയ്യാൻ പോണു. എന്റെ ശരീരത്തൊന്നും കളയാനില്ല. സത്യമായിട്ടും തുപ്പല് തരുവോ? അമ്മ സത്യം, ഞാൻ ഇതൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ എന്റെ ലൈവിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട്, എന്റെ ലൈവിൽ ഒന്ന് ചോദിക്കുന്ന കാര്യങ്ങളാ ഇത്. ഞാനിത് പറഞ്ഞപ്പോഴത്തേനും കുറെ റിയാക്ഷൻ വീഡിയോകാർ ഇത് എടുത്തിട്ട് എന്നെ അങ്ങോട്ട് എടുത്തിട്ട് കുത്തിയായിരുന്നു. കാരണം എന്തൊക്കെയാണ് ഇതൊക്കെ എത്ര ദാരിദ്ര്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്, അല്ലാതെ എന്നോട് പറയില്ല. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ വേറെ യൂട്യൂബർ ആയിട്ടുള്ള ഗ്ലാമി ഗംഗയ്ക്ക് നേരിടേണ്ടതുണ്ട്. മൂത്രം തരും അങ്ങനെ ആരോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ നമ്മുടെ സൊസൈറ്റി? ഉണ്ടാവുമായിരിക്കും. പിന്നെ ഉണ്ടാവാൻ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോ നമുക്ക് എന്താ പറയാ, ഈ ടോർച്ചറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട് വരുന്നത്. അതായത് പല ലൈവിലും വന്നിട്ട് പല പെൺകുട്ടികളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നെ അടിമയാക്കുമോ എന്ന്.
അപ്പൊ ഇത് ഇവരെന്താണ് നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ പറയും ഇത് ഫാന്റസി ആണെന്ന് അവർ പറയുന്നത്. ഇങ്ങനെ ഫാന്റസി ആയ ആൾക്കാർ ഫാന്റസി ആയവരോട് തന്നെ ചോദിക്കണം, അപ്പോഴാണ് അത് ഫാന്റസി വൈബ് ആവത്തുള്ളൂ. അല്ലാതെ നമ്മൾ നോർമലി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോട് വന്നിട്ട് അടിമയാക്കും ചോദിച്ചാൽ അടിമയോ നീ എന്റെ അടിമയാക്കോ, നീ നന്നായി വന്നു അനുഗ്രഹം കൊടുത്താണ് നമ്മൾ വിടുന്നത്. ഇത് പല ആൾക്കാരും പറയും ഞാൻ വീട്ടിൽ ജോലികൾ മൊത്തം ചെയ്തു തരാം, ബാത്റൂം കഴുകി തരാം, പൈസ ഒന്നും വേണ്ട, നിങ്ങളുടെ വീട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറെ ആണുങ്ങൾ വരുന്നുണ്ട്. അത് എന്റെ ലൈവിൽ മാത്രമല്ല, ഞങ്ങൾ ലൈവ് ഇടുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. ആ ഒരുപാട് ലേഡീസിന്റെ അക്കൗണ്ടുകളിൽ വരുന്ന ഒരു സംഭവമാണ് എന്നെ അടിമയാക്കുന്നത്. ഇന്നലെ ലൈവ് ഇട്ട് കഴിഞ്ഞ് വന്നതാണ് ചേച്ചിയുടെ നെയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മൂടായിരുന്നു. എന്റെ ഈ ഒരു നഖം, എന്റെ ഈ ഒരു നെയിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ തനിക്ക് ഈ എന്റെ ഒരു നഖം കണ്ടിട്ട് തനിക്ക് മൂടായോ? അപ്പൊ ഇതിനൊക്കെ ഞാൻ എന്താ മറുപടി പറയാ? ഇതിനൊക്കെ ഞാൻ ചിരിക്കാതെ ഞാൻ പിന്നെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരു തരം ഞാൻ എന്തൊരു കേൾക്കുന്നത്. ഞാനാണെങ്കിൽ ഏതൊരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരാളാണ്. ഇല്ലായ്മ നിന്നാ ഞാൻ അങ്ങനെ നിൽക്കും, ഉള്ളത് നിന്ന് അഹങ്കാരം കാണിക്കാനാണെങ്കിൽ നല്ലപോലെ കാണിക്കാനും എനിക്കറിയാം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കാനും എനിക്കറിയാം, ഇപ്പൊ കാലുമേ കാല് വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാനും എനിക്കറിയാം. അതങ്ങനെയാണ് ഞാൻ പഠിച്ചേക്കണത്. അപ്പോഴത്തേനും ഏതൊരു സാഹചര്യത്തിൽ എന്നോട് ഒന്ന് ചോദിച്ചാലും അതിനുള്ള മറുപടി എൻ്റെ ഉണ്ട്. ഞാൻ അതിനുള്ള മറുപടി ഞാൻ അപ്പൊ കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവരെ കൊണ്ട് സോറി പറയിപ്പിക്കും. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ട് എന്നോട് ചേച്ചി സോറി കേട്ടോ അറിയാതെ പറഞ്ഞു പോയതാ. ഇങ്ങനെ വന്ന് ചോദിക്കുന്നവർക്കെതിരെ ശക്തമായിട്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഞാൻ പ്രതികരിക്കുന്നുണ്ടല്ലോ ലൈവില്, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നുണ്ട്. അപ്പൊ അവർ ഇങ്ങനെ ചോദിക്കുള്ളൂ, വീട്ടിൽ അച്ഛനമ്മയ്ക്ക് സുഖമില്ലേ, ഞാൻ അന്വേഷണം പറയുന്നത് പറയണം കേട്ടോ എന്ന് പറയും. ഓക്കെ. അപ്പം ചേച്ചി അത് എനിക്ക് തന്നെ ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം അല്ല ഈ ഒരു സംഭവം ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് പല പെൺകുട്ടികൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. പലർക്കും അത് പറയാനുള്ള മടി കാരണം കൊണ്ട് പലരും പറയാതിരിക്കുക. ഞാനിപ്പോ ഇതെനിക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ആണുങ്ങളെ ഈ എന്താ പറയാ ജയിലില് ഈ പീഡനത്തിനെതിരെ വന്ന ആണുങ്ങളെ ഉപദ്രവിക്കുക, അങ്ങനെ ഉപദ്രവിക്കുന്ന ആണുങ്ങൾക്കെതിരെ വരുമ്പോഴത്തേനും ആ വീഡിയോ ഇവർ സെയിൽ ചെയ്യുകയായിരുന്നു ചെയ്തത്. സെയിൽ ചെയ്തതിന് ശേഷം പേഴ്സണലി വന്നിട്ട് എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക ആ വീഡിയോ ഞാൻ കഴിച്ചു തരുമോ, ഞങ്ങളെ അങ്ങനെ ഉപദ്രവിക്കുവോ, ഹൈ ഹീലുള്ള ചെരുപ്പിട്ട് വന്നിട്ട് ഞങ്ങളെ എന്താ പറയാ ചുക്കാമണി ചവിട്ടി പൊട്ടിക്കോ. ഈ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, നുണയല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ലേഡീസ് ഉണ്ട്, അങ്ങനെ ചെയ്യുന്ന ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്. അവരൊക്കെ കണ്ടു കഴിഞ്ഞ് ഭയങ്കര വൈറ്റും ഒക്കെ ഇട്ട് അവർ നടക്കുന്നേ. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, നമ്മുടെ കൂടെ നടിക്കുന്ന അല്ല, നമ്മുടെ ഡെയിലി നമ്മൾ കണ്ടുപോകുന്ന ആൾക്കാർ പലരും ഇങ്ങനത്തെ സൈക്കോളുണ്ട്. സൈക്കോൾ എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവരും കൂടെ വന്ന് എന്നെ കുത്തും. സോറി, ക്ഷമിക്കുക, നിങ്ങളുടെ ഫാന്റസി. അപ്പൊ അവരുടെ ഫാന്റസിക്ക് അവർ ചേർച്ചയുള്ള ആൾക്കാരുമായിട്ട് കണ്ടുപിടിച്ച് ഫാന്റസി ചെയ്യാം. അപ്പൊ ഞങ്ങളെ പോലെയുള്ളവര്, ഞങ്ങൾ യൂട്യൂബിലൊക്കെ ലൈവ് ഇടുന്ന ഞങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അതിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ജോലി ഞങ്ങൾക്ക് നേരുന്ന അവിടുന്ന് ഗൂഗിളിൽ നിന്ന് പേയ്മെന്റ് തരുന്നു, ഞങ്ങൾ ചെയ്യുന്നു. അവർ തന്നേക്കുന്ന റൂൾസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്, അതിന്റെ അപ്പുറം നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഈ എന്താ പറയാ ഇതുപോലെ പബ്ലിക്കായിട്ട് ലേഡീസ് ഇരിക്കുമ്പോൾ അവരോട് വന്ന് ചോദിക്കുമ്പോൾ ഓരോ ലേഡീസ് നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഇവർക്ക് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ ഇവർ തമാശയ്ക്കായിട്ട് വന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി വന്ന് ചോദിക്കും ഒരു കളി തരുമോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ കളി തരാം, നിന്റെ പേരും അഡ്രസ്സ്. 10,000-2000 പേരിന്റെ ഒരു ദിവസം 4,000 പേരുള്ള ലൈവ് കാണുന്നു. 4 ചാനൽ ഒരുമിച്ച് ലൈവ് ഇടുന്ന ഒരാളാണ്. അപ്പൊ 4,000 പേര് കാണുമ്പോൾ ഒരു കളി തരുമെന്ന് ചോദിക്കും. ഞാൻ കളി ഞാൻ തരാം, നിന്റെ അഡ്രസ്സ് പറ, നിന്റെ വീട്ടിൽ ഞാൻ വരും, കളിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ ഞാൻ വരും. പക്ഷെ ഒരൊറ്റ എണ്ണത്തിന് ചൊവ്വേന്നേരം ഒരാൾ അഡ്രസ്സ് ഇട്ട് തന്നെ ഞാൻ ഇവന്റെ വീട്ടിൽ പോയി. ഉറപ്പാണ്, ഒരുത്തന്റെ അഡ്രസ്സ് എനിക്ക് ചൊവ്വേന്നേരം ഉള്ള ഒരു അഡ്രസ്സ് ഇട്ട് ഇവന്റെ വീട്ടിൽ കളിക്കാനായിട്ട് അവന്റെ വീട്ടിൽ ഞാൻ പോകും. 100% ഉറപ്പാണ്, ഞാൻ വന്നിരിക്കും. ഞാൻ നിങ്ങളോട് വെക്കുന്നു, നിന്റെ വീട്ടിൽ നീ അഡ്രസ്സ് എനിക്ക് ഇട്ട് തന്നാ ഞാൻ ലൈവിൽ ഇരിക്കുമ്പോൾ എന്റെ ലൈവിൽ വന്നാൽ ആ അഡ്രസ്സ് എനിക്ക് ഇട്ടാൽ നിന്റെ വീട്ടിൽ വരും, ഞാൻ കളിക്കാൻ വേണ്ടി. അവിടെ കാണാം, ലൈവിൽ തന്നെ അഡ്രസ് ഇടണം. ലൈവിൽ തന്നെ ഇടണം, ലൈവിൽ തന്നെ അഡ്രസ്സ് ഇടും. അഡ്രസ്സ് കണ്ടുപിടിച്ച് അവന്റെ വീട്ടിൽ കയറി ചെല്ലും. അവൻ കിടക്കുന്ന ബെഡ്റൂമിൽ ഞാൻ ചെല്ലും. അത് എൻ്റെ ഈ ചാനലുകാർ എൻ്റെ ഫോണൊക്കെ കാണും കേട്ടോ. ചേട്ടൻ നമുക്കൊന്ന് പബ്ലിസിറ്റി ആക്കി കൊടുക്കണ്ടേ, കളിക്കുമല്ലേ ചേട്ടന് വേണ്ടേ, അപ്പൊ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ മോശമായിട്ടുള്ള വളരെ വൾഗറായിട്ടുള്ള രീതിയിലുള്ള കമന്റുകളും ചോദ്യങ്ങളും നേരിടുന്ന സമയത്ത് ചേച്ചിക്ക് ഒരു പെൺകുട്ടി കൂടി ഉണ്ട്. അപ്പം ആ ഒരു മകൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ലേ? എന്നെ ബാധിക്കാനായിട്ട് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ലൈവിൽ പോലും അവരെ കൊണ്ടുവരാറില്ല. ആഗ്രഹമുണ്ട് കേട്ടോ, എനിക്ക് കൊണ്ടുവരണമെന്ന്, ഫാമിലി ആയിട്ട് വീഡിയോസ് ഇടണമെന്ന്. ഞാൻ ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഫോട്ടോ പോലും ഞാൻ എവിടെയും അവരെ കാണിക്കത്തില്ല. പിന്നെ അവർക്ക് പ്രായമായി കഴിയുമ്പോൾ അവർ പറയട്ടെ അമ്മ എനിക്ക് റീൽസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ പറഞ്ഞ് അവൾക്ക് എപ്പോൾ വേണം വരാമല്ലോ. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യത്തിലുള്ള മോളെ വിദ്യാഭ്യാസം, അതാണ് മോൾക്ക് വേണ്ടത്. റീൽസും വീഡിയോ ഒക്കെ എടുക്കുക എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നിമിഷ ബിജോയുടെ മക്കളാണെന്നുള്ള രീതിയിൽ മക്കൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എനിക്ക് എന്നെ പേഴ്സണലി അറിയാലോ, ടീച്ചേഴ്സിന് സ്കൂളിലുള്ളവർക്കൊക്കെ എന്നെ പേഴ്സണലി അറിയാം. അപ്പൊ ഈ കുട്ടികളുടെ പാരന്റ്സിന്റെ ഇടയിൽ വേറെ ഡിസ്കഷനും കാര്യങ്ങളും അങ്ങനെ അതെനിക്കറിയത്തില്ലല്ലോ. അവർ സംസാരിക്കുന്നവർ എന്നെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. അത് അവർ സംസാരിക്കുന്നുണ്ടാവും, അത് സംസാരിച്ചിട്ട് അവർ വീട്ടിൽ എന്നോട് വന്ന് ചോദിച്ചോ അല്ലെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാലല്ലേ എന്നെ ബാധിക്കുള്ളൂ. ചേച്ചി ഇപ്പം ഇങ്ങനെ കുറച്ച് വെസ്റ്റേൺ രീതിയിൽ ബോൾഡ് ആയിട്ടുള്ള ഷൂട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ചേച്ചിയുടെ കുടുംബത്തിലും നാട്ടുകാരുടെയും പ്രതികരണം എന്താണ്? തുടക്കത്തിലൊക്കെ നാട്ടുകാരൊന്നും എന്നോട് അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല. വീട്ടുകാർക്ക് സപ്പോർട്ടാണ്. എന്റെ അച്ഛനും അമ്മയൊക്കെ എന്റെ കൂടെ തന്നെ നിൽക്കുക. എനിക്ക് മെയിൻ ആയിട്ട് എന്റെ വീട്ടുകാർ എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നാട്ടുകാർ ഞാൻ നോക്കുന്ന ഒരാളൊന്നുമില്ല.
ഇല്ല. ഇപ്പം ചേച്ചി ഇപ്പൊ ഞാനൊന്നും ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ എന്നെ എടുത്ത് ചെലവിന് തരത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഒന്ന് ഇച്ചിരി ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന ആൾക്കാർ ഈ നാട്ടുകാരൊക്കെ എന്റെ കൂടെ തന്നെ നിൽക്കും. അങ്ങനെ തന്നെയാണല്ലോ പൊതുവെ കണ്ടുവരുന്ന മോഡല്. ചേച്ചി ഇപ്പൊ പൊതുവെ എല്ലാവർക്കും കണ്ടുവരുന്നതാണ് സബ്സ്ക്രിപ്ഷൻ സൈറ്റുകള് അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ പോലത്തെ സാധനങ്ങൾ. അങ്ങനെ എന്തിലേലും ചേച്ചി ഉണ്ടോ? യൂട്യൂബിൽ മെമ്പർഷിപ്പിലുണ്ട്. മെമ്പർഷിപ്പ് യൂട്യൂബിലെ മെമ്പർഷിപ്പ് അല്ല ഞാൻ ചോദിക്കുന്നത്, വേറെ സൈറ്റുകളിലൊക്കെ അതുപോലത്തെ ഒന്നിലും അല്ല. ഇതന്നെ മതിയല്ലോ എനിക്ക്, ഞാൻ ഫുൾ എയറിലാണല്ലോ. എല്ലാവരും അല്ല, ഞാനിപ്പം കുറെ ആളുകളെ കണ്ടുവരുന്നുണ്ട്, കുറെ പേര് പിന്നെ എന്നോട് ലൈവിൽ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നിന്റെ വീഡിയോ ഇന്നലെ ഇറങ്ങിയില്ലേ സൈറ്റിൽ ഞാൻ കണ്ടായിരുന്നു, എനിക്കൊന്ന് ഇട്ട് തന്നെ, എനിക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്ന് ഇട്ട് തരണേന്ന് പറയും. പിന്നെ അവൻ പോകും, പിന്നെ അവനെ കാണാനില്ല. ഇല്ല, ഞാൻ ഒരു സൈറ്റിലൊന്നും നീ തുടങ്ങാനോ വലിയ താല്പര്യമൊന്നുമില്ല. ഇല്ല, ഇങ്ങനെ തന്നെ പോകാനാണ്. ഇങ്ങനെ തന്നെ ഏറെ എപ്പോഴും നിൽക്കണം, അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ. ഇപ്പം ചേച്ചി തന്നെ വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടതാണ് കുലസ്ത്രീകൾ അവിടെ ഇരിക്കട്ടെ എന്ന്. പക്ഷെ ആ ചേച്ചി തന്നെ പറയുന്നു ഞാനൊരു കുലസ്ത്രീ ആണെന്ന്. അതൊരു വിരോധാഭാസമായിട്ട് തോന്നിയിട്ടില്ലേ? അങ്ങനെ കുലസ്ത്രീയാണെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി ആദ്യം പറഞ്ഞു കുലസ്ത്രീകൾ അവിടെ ഇരിക്കട്ടെ, പക്ഷെ ചേച്ചിയുടെ ചില കാര്യങ്ങളെല്ലാം ആരെനിക്ക് ആവശ്യം തിരുത്തിയിട്ടായിരിക്കും, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ. അല്ല, പക്ഷെ ചേച്ചിയുടെ ചില ആദർശങ്ങൾ കാണുമ്പോൾ ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ചേച്ചി ഒരു കുലസ്ത്രീ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഏത് വഴിക്ക് എനിക്ക് കുലസ്ത്രീ അല്ല. ചേച്ചി ഇപ്പൊ മോഡേൺ എന്റെ നെറ്റി കുറിയുണ്ടോ? അങ്ങനെയല്ല, എത്ര കുറിയുണ്ട് എന്റെ കുറിയുടെ കാര്യത്തിലല്ല ഞാൻ ഇട്ടേക്കുന്ന എന്തുവാ ഡ്രസ്, മോഡേൺ ഡ്രസ് അല്ല. കുറിയുടെ കാര്യത്തിലല്ല ചേച്ചിനെ ഞാൻ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, 4 കുറി നെറ്റിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ സാരിയോ ചുരിദാറോ മറ്റേ പർദ്ദയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു കുലസ്ത്രീ അല്ല. ഞാൻ പറഞ്ഞ ചേച്ചിയുടെ മൈൻഡിലെ കോൺസെപ്റ്റ് കൊണ്ട് ചേച്ചി ഒരു കുലസ്ത്രീ ആണെന്നാണ്. ചേച്ചി ഇപ്പൊ പറഞ്ഞു കാര്യങ്ങളൊന്നും ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ചേച്ചി കുലസ്ത്രീ ആണെന്ന് തന്നെയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ശരീരം കൊണ്ട് ഞാൻ മോഡേണും എന്റെ മനസ്സിൽ ഞാൻ കുലസ്ത്രീയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എവിടെ പോയേ? അതെ. അപ്പൊ ചേച്ചിക്ക് കാര്യം ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ല. അങ്ങനെ ഒരാളാണോ ചേച്ചി? ഏറെക്കുറെ അങ്ങനെയാണ്. ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തില് പിന്നെ ബിജു ചേട്ടനെ അല്ലാണ്ട് വേറെ ആരെയും ചേച്ചി സ്നേഹിച്ചിട്ടില്ല? ഇല്ല, ഒരാള് തന്നെയാണ്. പക്ഷെ നേരത്തെ കല്യാണം കഴിഞ്ഞു. നേരത്തെ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങി 18 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 18 വർഷമായി. ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും ഞങ്ങൾ തമ്മിൽ ആ കെയറിങ്ങും ഇപ്പോഴത്തെ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. ഇത്രയും വർഷം ഒന്നും ഇപ്പൊ ജീവിക്കുന്നവരില്ലെന്ന് എനിക്ക് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഡിവോഴ്സിന്റെ കാലഘട്ടമായി ഇപ്പോഴത്തെ ഒരു. ഇപ്പൊ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ എടുത്ത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ ന്യൂജൻ കാലഘട്ടത്തിലെ പലരും പിന്നെ മാനസികപരമായിട്ട് ഒട്ടും സ്ട്രോങ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ കുറെ പേര് സൂയിസൈഡ് ചെയ്യുന്നു. കുട്ടികളാണെങ്കിലും മാർക്ക് പറഞ്ഞതിന്റെ പേര് സൂയിസൈഡ് ചെയ്യുന്നു. അതെന്താ സംഭവം എന്നറിയാമോ? ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞില്ല, എല്ലാവരും നാട്ടുകാരെ ഭയങ്കരമായിട്ട് ഭയക്കുക. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എന്ത് വിചാരിക്കും, അങ്ങനെയാണ്. ഇവരാരും ഒന്നും വിചാരിക്കല്ല. എനിക്ക് എന്റെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം വരും. കാരണം ഞാൻ ഈ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളാ. കൊച്ചു ഗ്രാമം മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടുന്ന് ഞാൻ പട്ടുപാവാടയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചുരിദാർ മാത്രം ഇട്ടൊരു വ്യക്തിയാണ് ഞാൻ. അവിടുന്ന് ചാലക്കുടി വന്നിട്ട് 20 വർഷത്തോളമായി. ചാലക്കുടി വന്നപ്പോഴാണ് ഇതുപോലെ ഒരു ലോകമുണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് മാറേണ്ടി വന്നപ്പോഴാണ് കൊച്ചിയിൽ ഇതുപോലെ ലോകമുണ്ടെന്ന്. അപ്പൊ ഞാൻ ഈ ചുരിദാർ ഈ കൊച്ചി വന്നിട്ട് ഞാൻ ഒരു സമയത്ത് മൊത്തം ചുരിദാർ ഇട്ടുകൊണ്ട് നടന്ന ഒരാളാ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പിള്ളേരും മറ്റേ ഈ എന്താ പറയാ കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് നേവലൊക്കെ ഇങ്ങനെ പുറത്തിട്ടോണ്ട് പോകുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഹായ് ഇതൊക്കെ പബ്ലിക് ആയിട്ട് ഇട്ടോണ്ട് പോകുന്നു. ലുലുമാളിലൊക്കെ വരുമ്പോൾ കാണാമല്ലോ. അപ്പൊ അങ്ങനെ ഇട്ടുപോയി. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി. അപ്പോഴാണ് പിന്നെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചു. പിന്നെ എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ലൈവ്. ഞാൻ ഈ ലൈവ് ഇരിക്കുമ്പോഴത്തേനും എനിക്ക് പല ആൾക്കാരുമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായും ഈ കേരളത്തിൽ ഇതുപോലെ ഈ ലൈംഗിക ദാരിദ്ര്യം ഉള്ളവര്, അതില്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉള്ളവര്, ലേഡീസിന്റെ വിഷമങ്ങള്, അവര് വീട്ടിലിരിക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല സ്ഥലത്തുള്ള ആൾക്കാർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുക ചേച്ചി ഇരുന്ന ഡ്രസ്സൊന്നും ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ല, ചേച്ചി ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പല സ്ഥലത്തുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെ മിക്സ്ഡ് ആൾക്കാരാണല്ലോ വരുന്നത്. അപ്പൊ എനിക്ക് ഹിന്ദിയും തമിഴൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ അവിടെ നിന്നും വരുന്നുണ്ട് ആൾക്കാർ, എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പൊ പല നാട്ടിലുള്ള പല രീതിക്കുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലായി ഇവർ ഓരോ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങോട്ട് തിരിച്ച് മറുപടി പറയുമ്പോൾ ഇവർക്ക് പറയാനില്ല. അപ്പൊ നമ്മളെ തളർത്താൻ വേണ്ടി കയറി വരുന്നവരാണ്. നമ്മൾ തളർന്നെന്ന് തോന്നിക്കഴിയുമ്പോൾ ഇവര് ജയിച്ചു, നമ്മളാണ് അവിടെ തോറ്റു പോകുന്നത്. ഓക്കെ. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, അതായത് ഇതുപോലെ ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യാനും ഇങ്ങനെ മോഡേൺ ഡ്രസ് ഇട്ടൊക്കെ നടക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതായത് ഞങ്ങളുടെ ഫാമിലി എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര സാധാരണക്കാരാണ്, നാട്ടുപുറത്തുകാർ തന്നെയാണ് എല്ലാവരും. റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു ഞങ്ങളുടെ ജോലി. ഞങ്ങൾക്ക് ആ ഒരു കൊറോണ സമയം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഈ റബ്ബറിന്റെ വില കുറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചേട്ടന് കുറച്ച്
ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഈ ജോലിയൊക്കെ നിർത്തേണ്ടി വന്നു. അങ്ങനെ അപ്പൊ തന്നെ ഈ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വരുമാനം വന്ന് കിടക്കുന്ന കാര്യം നമുക്കറിയില്ല, അങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങളെ കൈ പിടിച്ച് കയറ്റിയത് ഒരു ട്രാൻസ്ജെൻഡറാണ്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വ്യക്തിയാണ് ഞങ്ങളെ ലൈഫിലേക്ക് പിടിച്ച് കയറ്റിയത്. ആ വ്യക്തി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ജീവനോടെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ പേയ്മെന്റ് വന്ന് കിടക്കുക. അപ്പൊ യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പൊ ഈ പേയ്മെന്റ് വന്ന് കിടക്കുന്ന കാര്യത്തിൽ ഞങ്ങളൊരു ഫ്രണ്ട് ഇതുപോലെ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിക്കൂടെ, എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെ ആ യൂട്യൂബിൽ ഇരുന്ന വീഡിയോ മൊത്തം ഇങ്ങനെ കണ്ടു, എങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങാം. ചേട്ടൻ തന്നെയാണ് 100%. ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ ആ ഒരു മനസ്സ്, എന്റെ കുടുംബം തന്നെയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. വേറെ ഒരാളും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പിന്നെ ലേഡീസ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നേരത്തേക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ തല കുടിച്ച് പോകുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരെ കൊല്ലാനോ പിടിച്ചു പറിക്കാനോ ചതിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എന്റെ ലക്ഷ്യം അത്ര മാത്രമേ ഉള്ളൂ. 13 സിനിമയോളം ചെയ്തു, 6-7 സീരിയൽ ചെയ്തു. പിന്നെ ഇത്രയും പ്രചോദനമായിട്ട് നിൽക്കുന്ന ആണുങ്ങളുടെ കൂടെ തന്നെ പുലികളിക്ക് 2 വർഷം എനിക്ക് ഇറങ്ങാൻ സാധിച്ചു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യമാണ്. പിന്നെ എല്ലാവരും ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ കടക്കാരന്റെ മക്കൾ എപ്പോഴും റേഷൻ കടക്കാരനായിട്ടിരിക്കണം, റബ്ബർ വെട്ടുകാരന്റെ മക്കൾ എപ്പോഴും റബ്ബർ വെട്ടുകാരനായിട്ടിരിക്കണം. അതിപ്പോ എത്രയോ മുകളിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മളെ കണ്ടുമ്പോൾ ഒരു പുച്ഛവാ. അത് നമ്മളിപ്പം ജാതിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോഴും ഉണ്ടാവും കുത്തലും എന്താ പറയാ കളിയാക്കലൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഈ റബ്ബർ വെട്ടുകാരന്റെ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഞാനായിട്ട് എനിക്ക് എന്തോരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് എനിക്കറിയാം. അതൊക്കെ തരണം ചെയ്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നതും എന്റെ ഹസ്ബൻഡിന്റെ ബലവും എന്റെ മക്കൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ടും എന്റെ അച്ഛൻ്റെ അമ്മയുടെയും സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, ചേച്ചി പറഞ്ഞു കൊറോണയുടെ സമയത്ത് എല്ലാ വരുമാനവും നിലച്ചു. ആ സമയത്ത് എപ്പോഴെങ്കിലും ജീവിതം അവസാനിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ? അവസാനിപ്പിക്കാനായിട്ട് എന്ന് വെച്ചാൽ എന്തിന് ജീവിച്ചിട്ട് കാര്യം? വരുമാന മാർഗം ഇല്ലാതെ നമ്മുടെ 2 മക്കളുണ്ട്. വരുമാന മാർഗം ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പല ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ ചേട്ടന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ ഓടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും, തൊട്ട് വീടിന്റെ അടുത്തൊരു ചേച്ചിയാണ് നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്തതും. അപ്പൊ എന്റെ കൂടെ വന്ന് നിൽക്കാൻ പോലും അങ്ങനെ കുറെ അമ്മയൊക്കെ അച്ഛനൊക്കെ കുറച്ച് ലോങ് ആയിരുന്നു. അപ്പൊ വന്ന് നിൽക്കാൻ പോലും ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആവശ്യത്തിന് ആൾക്കാർ ചോദിച്ചു, നമ്മളെന്തിനാ കണ്ണി കണ്ട ആൾക്കാരെ പിടി, നമുക്കൊരു വരുമാന മാർഗ്ഗം ഏത് കണ്ണി തുറന്നു തന്നാലും അത് ക്ലിക്കാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ, കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും അവർക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്, ദൈവം തമ്പുരാൻ പോലും നമ്മുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഹെൽപ്പ് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ പിടിച്ചു കയറി. ഓക്കെ, ഇപ്പം നമുക്ക് വേറൊരു വരുമാന മാർഗം ഇല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ കാണിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാവൂ എന്ന് ചേച്ചി കാണിച്ച്? ഇതെന്റെ ഡയലോഗാ, കാണിച്ച് ജീവിക്കുന്നു എന്നുള്ളത്. കാണാൻ ആളുണ്ടെങ്കിൽ കാണിച്ച് ജീവിക്കാം. അത് ഞാൻ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞേക്കുന്നത്. കുലസ്ത്രീകളെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കുലസ്ത്രീകളൊക്കെ മാറിയിരിക്കുക, കാണാൻ താല്പര്യമുള്ളവരും കാണിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർ കാണിച്ച് തന്നെ ജീവിച്ചോട്ടെ. എന്താ കുഴപ്പമുള്ളത്? ഒരിക്കലും തുണി ഊരി മൊത്തത്തിൽ ആരും ഉഴിഞ്ഞെടുത്ത് കാണിക്കാനൊന്നും ആരും പോകുന്നില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതിപ്പോ യൂട്യൂബ് ആണെങ്കിലും ഏത് സൈറ്റ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ എനിക്കറിയത്തുള്ളൂ, എനിക്ക് ബാക്കിയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ചേച്ചി ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പം സണ്ണി ലിയോൺ എന്ന് പറയുന്ന ആളെ എല്ലാരും ഭയങ്കര റെസ്പെക്ടോടെ അങ്ങനെ എത്തിയല്ല, ഞാൻ എപ്പോഴും ഭയങ്കര താന്ന് തട്ടി ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അവിടേക്ക് എത്തിയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ. മൂടായി ഇപ്പൊ വേറെ കമന്റ് വരും. അപ്പം സണ്ണി ലിയോൺ എന്ന് പറയുന്ന ആളെല്ലാരും ഭയങ്കര അക്ക ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസ് വേറെ ഇനോഗ്രേഷനും പരിപാടിക്കൊക്കെ വിളിക്കുകയാണ്. അതെ, അങ്ങനെയുള്ളിടത്താണ് ഇങ്ങനെ ചേച്ചീനെ പോലെ ഉള്ളവരെ കുറ്റപ്പെടുത്താൻ ആളുകളുള്ളത്. അത് സണ്ണി ചേച്ചി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ആരാ പറ? ആളൊരു പോൺ സ്റ്റാർ ആണോ? ഞാൻ എന്നെ ഏതെങ്കിലും പോൺ സൈറ്റിൽ കണ്ടിട്ടില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റബ്ബർ വെട്ടുകാരന്റെ മക്കളെ എപ്പോഴും റബ്ബർ വെട്ടി തന്നെ ഇരിക്കണം. അക്കായ്ക്ക് കാശുണ്ട്, നമുക്ക് കാശ് ഇച്ചിരി കുറവാ, അതുകൊണ്ട് തന്നെ ആണ്. പക്ഷെ ഇവിടെ പൈസ ഉള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ എന്നൊരു തോട്ട് 100%. ഇപ്പൊ ഈ എടപ്പള്ളിയിൽ തന്നെ ഒരു ഷോപ്പില് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ നമുക്ക് 2 വീലർ ഉണ്ട്. ആ 2 വീലർ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പം ആ സെക്യൂരിറ്റി ഞങ്ങളോട് പറഞ്ഞു വണ്ടി പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കയറി വരാൻ പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ ദേഷ്യം വന്നു. അപ്പൊ പറഞ്ഞു നമുക്ക് കാർ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കാർ എടുക്കി വന്നപ്പോഴത്തേനും പുള്ളി ഓടി വന്ന് വണ്ടിയൊക്കെ കയറ്റി ഞങ്ങൾക്ക് ഡോറൊക്കെ തുറന്നു തന്നു. അതേ അവസ്ഥയാ. അത് ഒരു വ്യവസായ കട, ഞാൻ പറയുന്നില്ല പേര്, ഞാൻ പറയുന്നില്ല. അത് പുള്ളി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഡോറൊക്കെ തുറന്ന് എനിക്കൊന്ന് ഞാൻ ഇറങ്ങി അങ്ങ് പോന്നു. ഞങ്ങൾ പോരാൻ നേരത്തെ പുള്ളിയുടെ കയ്യിൽ കുറച്ച് പൈസ ടിപ്പും കൊടുത്തു, ഇരിക്കട്ടെ എന്ന് വെച്ച് കൊടുത്താ. അതിനെ വിജയിച്ചിട്ട് ചോദിക്കുകയും ചെയ്തു. ഞാൻ എന്നെ മനസ്സിലായി, ഞാൻ നേരത്തെ ബൈക്കിൽ കൊണ്ട് വന്നാ അല്ല സാറേ അത് സാറേ എന്ന് പറഞ്ഞ് പിന്നെ പുള്ളി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. നമ്മളത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പം വ്യത്യാസം. അതെ സൊസൈറ്റിയിൽ അങ്ങനെ പൈസയുള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ. ഇപ്പം ചേച്ചീനെ കമന്റിലും എല്ലായിടത്തും കുറ്റപ്പെടുത്തുന്നവർ ചേച്ചീനെ നേരിട്ട് കാണുമ്പോൾ സെൽഫി എടുക്കാനൊക്കെ വരാം. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഒരു മലയാളികളുടെ കാഴ്ചപ്പാട്. അതാണ് എവിടെ ചെന്നാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലേഡീസ് ഒരുപാട് പേര് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടെ ചെന്നാലും ഇപ്പൊ ലേഡീസ് എന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ട്.
അപ്പം ഞങ്ങൾക്ക് വേണ്ടിയാണ് നിമിഷ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഞാൻ കൂടുതൽ ലേഡീസിനെ പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാണാനായിട്ട്, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടി ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിക്ക് ഇപ്പം ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ ചേച്ചി സ്ത്രീകൾ ഒരുപാട് പേര് സപ്പോർട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പൊ വർദ്ധിച്ചു വരുന്ന സ്ത്രീധന പീഡനത്തിന്റെ പേരിലുള്ള ആത്മഹത്യകളാണ്. ഇപ്പൊ വിഭജിക എന്ന് പറഞ്ഞ ആളാണ് അവസാനത്തെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നിൽക്കുന്ന വിക്ടിം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിനോടും സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതിനോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും അത് സ്ത്രീധനം എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം അതിന്റെ ഒരു ഉദാഹരണം വെച്ചാൽ എന്നെ കല്യാണം കഴിച്ചതിന് ഒരു പൈസ പോലും മേടിക്കാതെ ഞാൻ എന്നൊരു വ്യക്തിനെ മാത്രം കണ്ടിട്ടാണ് എന്റെ ഹസ്ബൻഡ് കല്യാണം കഴിച്ചത്. അന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഈ കാല് പോലെ ഇരുന്ന ഞാനാ കാറ്റൊക്കെ ഒന്ന് ഞാൻ പറന്നു പോയിട്ടുണ്ട്. അതെന്നെ അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ. അപ്പം അതേ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു കഴിവുമില്ലാതെ എൻ്റെ ഒരു അടുക്കളയിൽ മാത്രം എൻ്റെ ജീവിതം മുരടിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇതില്. അതിന് ചെറിയ അഹങ്കാരം എനിക്കുണ്ട്. അതിന് കാരണം എൻ്റെ ഹസ്ബൻഡാ. എന്നുവെച്ചാൽ ഒന്നുമില്ലാതെ എന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു. ചെറുപ്രായത്തിൽ തന്നെ എടുത്ത് കുടുംബ ഭാരം മൊത്തം എൻ്റെ തലയിൽ വെച്ചു. അതേപോലെ തന്നെ അപ്പോഴത്തേനും കൊച്ചായി, മോളായി, മോനായി, പിന്നെ വീട്ടിൽ അമ്മായിമ്മയായി, വഴക്കായി, അയ്യാവിളിയായി. അതിന്റെയൊക്കെ ഇടയിൽ നിന്ന് എന്നെ തയ്യൽ പഠിപ്പിച്ചു. അമ്മായിമ്മയായിട്ട് എന്തായിരുന്നു വഴക്ക്? അല്ല, അമ്മായിമ്മ ഇപ്പൊ ജീവനോടില്ല, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അമ്മായിമ്മ പോരെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത് സാധാരണ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ തന്നെ തയ്യൽ പഠിപ്പിച്ചു, കരാട്ടെ പഠിപ്പിച്ചു, ഡാൻസ് പഠിപ്പിച്ചു. കരാട്ടെ പഠിപ്പിച്ചു? ഞാൻ ഇപ്പോഴും കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പർപ്പിൾ ബെൽറ്റ് ആണ്. നല്ലതാ. ചേച്ചിക്ക് വരുന്ന കമന്റ് സെക്ഷൻ കാണുമ്പോൾ നല്ലതാ. അപ്പൊ ഇതൊക്കെ പഠിച്ചത് എനിക്കൊരു പ്രചോദനമാണ്. കാരണം ഇപ്പൊ എന്റെ മാസ്റ്റർ എന്നോട് പറയുന്ന പോലെ ഒരു 100 ആണുങ്ങൾ നിന്നാല് ഒരു പെണ്ണ് ആ ആണുങ്ങളുടെ കൂടെ, ആ ഒരു പെണ്ണ് ഇത്ര ആണുങ്ങളുടെ കൂടെ മുന്നിൽ കൂടെ നടന്നു പോകും. പക്ഷെ ഒരു ആണ് പോവോ? ഇല്ല. 1000 പെണ്ണുങ്ങൾ നിൽക്കുന്നതിലൂടെ ഒരു ആണ് ആ ഫ്രണ്ടിൽ കൂടെ പോവോ? പോവുകയില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ മാസ്റ്റർ പറഞ്ഞു തരുന്നതിന്റെ ആ ഒരു പവറൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞു വന്നെന്താ ശ്രീധരൻ. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ എന്നെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും 10 പൈസ ഇല്ലാതെ എന്നെ കല്യാണം കഴിച്ച ഒരാളാണ്. എന്നെ ഇവിടം വരെയൊക്കെ വളർത്തിയെടുത്തു, എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആൾക്കാർ പല പ്രലോഭനങ്ങളുണ്ടാവും. നിന്നെ ഞാൻ കെട്ടിക്കോളാം, നിന്നെ ഞാൻ ഏറ്റെടുത്തോളാം, നിനക്ക് ഞാൻ സ്ഥലം മേടിച്ച് തന്നോളാം, സെറ്റ് ഇതുപോലെ ഒരുപാട് പേര് എന്നോട് വരാറുണ്ട്. അപ്പോൾ ഒരിക്കലും സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം. സ്ത്രീധനം വാങ്ങുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമുള്ള കേസല്ല. പിന്നെ സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയ ധനം. ചേച്ചിക്ക് ഇപ്പോഴും അങ്ങനെ മാരേജ് പ്രൊപ്പോസൽസ് വരുന്നുണ്ട്? ഉണ്ട്, നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട്. പിന്നെ ശ്വാസം മുട്ടലാണ് ചേട്ടൻ എന്നൊക്കെ ഇറക്കി പറഞ്ഞപ്പോഴത്തേനും അവനെ നീ കളഞ്ഞിട്ടോ, അവന് ശ്വാസം മുട്ടല്ല, അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല, നീ എൻ്റെ കൂടെ പോലെ നിനക്ക് ഞാൻ നോക്കിക്കോളാം, നിനക്ക് ഞാൻ വീടൊക്കെ എടുത്തു തരാം, വില്ല മേടിച്ചു തരാം, നീ അവിടെ നിന്നാൽ മതി. എന്നിട്ട് മാസം ദുബായിലുള്ളവനാ, മാസം ചേട്ടൻ തന്നെയാ റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന കേട്ടോ. മെസ്സഞ്ചറൊക്കെ ചേട്ടൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്, അവരറിയുന്നില്ല. പക്ഷെ പേഴ്സണലി ചിലപ്പോൾ ഇവരൊക്കെ തെറിയായിരിക്കും. ഇൻബോക്സിൽ വന്നാൽ നമ്മള് ഭയങ്കര സ്നേഹമാണ്. ഉറങ്ങിയോ, കഴിച്ചോ, മുത്തേന്നൊക്കെ വിളിക്കും. അങ്ങനെ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? വരുന്ന കമന്റിൽ ഞാൻ അപ്പൊ തന്നെ സ്റ്റോറി ഇടും. അതുകൊണ്ട് പിന്നെ ആരും അങ്ങ് എടുക്കാൻ അധികം വരുന്നില്ല. അങ്ങനെ ഇപ്പൊ കുറവുണ്ട്. ഞാൻ അപ്പൊ തന്നെ ഇതെല്ലാം ഫുൾ എടുത്തിട്ട് സ്റ്റോറി, പുള്ളിയുടെ അക്കൗണ്ടും മെൻഷൻ ചെയ്താൽ. ഓക്കെ. ഇങ്ങനെ വൾഗർ ആയിട്ടുള്ള രീതിയിലല്ലാതെ ഭയങ്കര മനസ്സ് വേദനിപ്പിക്കുന്ന കുടുംബത്തെ ഒക്കെ ചീത്ത പറഞ്ഞിട്ട് ആൾക്കാർ വരാറുണ്ട്. എനിക്ക് മോൾക്ക് ഇതുപോലെ എന്തോ ഒരു ഫാമിലി, ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഫാമിലി വീഡിയോ ഇട്ടു, അച്ഛനും അമ്മ മക്കളെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട്, തന്നെ എന്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിള്ളേർക്കെതിരെ മോശമായിട്ടുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിള്ളേർക്കെതിരെ കമന്റ് വന്നപ്പോൾ ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ എനിക്കെതിരെ പറഞ്ഞ ഒരാളെ ഞാൻ ഒന്നും പറഞ്ഞു, എനിക്കത് വെറുതെ പ്ലേയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വീട്ടിലേക്ക് ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നില്ല, എന്റെ മക്കളെ ഞാൻ കാണിക്കുന്നുമില്ല. പിന്നെ അവരെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ അവര് പറയേണ്ട കാര്യമില്ല. അതിന് ഞാൻ കേസ് കൊടുത്തു. അവരൊരുത്തം വന്ന് അവിടെ നിന്ന് കരഞ്ഞായിരുന്നു. പിന്നെ അവനൊരു കുടുംബം ഉള്ളതുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു, അവനെ പിടിച്ചു. എന്നിട്ട് അവനെ വന്ന് പറഞ്ഞു. പിന്നെ അവനൊരു കുടുംബം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവന്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിസിറ്റി ചെയ്തില്ല. അപ്പൊ ഈ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുന്നവരെ യഥാർത്ഥത്തിൽ ഭീരുക്കളാണെന്നാണ് പറയുന്നത്? 100% ഏകദേശമൊക്കെ. അവർക്ക് കഴിവില്ലാത്തവരാണ് വന്ന് കമന്റ് ബോക്സിൽ അവരുടെ കഴിവുകൾ അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രസ്ട്രേഷൻ തീർത്തോണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ വീട്ടിൽ അവർ ഭാര്യമാരെ നോക്കുന്നുണ്ടോ നമുക്കറിയോ? നമ്മള് വരുമാന മാർഗത്തിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. അതിന് ചിലപ്പോൾ എക്സ്പോസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടേണ്ടി വരും. അതൊക്കെ നമ്മുടെ സാഹചര്യം കൊണ്ടും നമ്മുടെ ഇഷ്ടം കൊണ്ടുമാണ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഇടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക. അതിനാണ് നല്ല നല്ല മോഡൽസും നല്ല ഈ ഡിസൈൻമാരും ഒക്കെ ഈ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. പബ്ലിക്കിനിടയിൽ നമ്മൾ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് മാത്രം നമ്മൾ നോക്കുക. ഞാൻ ഇതുവരെ മോശമായിട്ട് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിട്ടില്ല എന്ന് എന്റെ ഒരു ഇത്. ബിക്കിനി ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ബിക്കിനി ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നോട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. മനസ്സിലാച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു ബിക്കിനി ഷൂട്ട് ഒക്കെ ചെയ്യാം. കൊച്ചു കള്ളി വന്നപ്പോ തുടങ്ങിയ ഒരു നോട്ടമൊക്കെ. ഇപ്പൊ എല്ലാരും ഞാൻ ലെസ്ബിയനാന്ന് പറഞ്ഞാലേ കൊച്ചു കള്ളി.
അല്ല ഞാൻ മൊത്തത്തിൽ ഞാനും രസ്ബിനാന്നും പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. ആ ചേച്ചിയും പിന്നെ വേറെ ഒരാളും കൂടി തമ്മിൽ ഭയങ്കര ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു അത് വെറുതെ ഷൂട്ടിന് വേണ്ടി ചെയ്താണോ? ഷൂട്ടിന് വേണ്ടി ചെയ്ത ചങ്കത്തികളെന്നും പറഞ്ഞൊരു ഷൂട്ട് അത് ഭയങ്കര നെഗറ്റീവ് കമന്റ് നേരിട്ടൊരു 28 എമ്മങ്ങാണ്ട് കിട്ടി, 28 മില്യൺ കിട്ടി. പക്ഷെ ഭയങ്കര നെഗറ്റീവ് കമന്റ് നമുക്ക് നമ്മൾ കമന്റ് നോക്കത്തില്ലല്ലോ. ഇല്ല, പിന്നെ ഞങ്ങൾ കമന്റ് നോക്കിട്ട് ഇന്ന് ചിരിക്കുള്ളൂ. കാരണം ഓരോ ആൾക്കാരെ ഇപ്പൊ കമന്റ് നോക്കുമ്പോ ബിജു ചേട്ടനാണ് എന്നെ കാണിച്ചിരുന്നു ഓരോ കമന്റ് ചേട്ടൻ പൊത്ത് നോക്കിയിരിക്കും. എന്നെക്കാട്ടി പോലുള്ള ചേട്ടൻ ആണ്. അപ്പൊ ചേട്ടനാണ് ഇതെല്ലാം പഠിച്ചിട്ട് ഇത് തുടങ്ങാനും ഫുൾ സപ്പോർട്ട് ചേട്ടൻ തന്നെയാണ്. തീർച്ചയായിട്ടും ആണ്. അപ്പം തെറിയൊന്നും വിളിക്കരുതേ, കെട്ടിയവൻ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. ഇപ്പം കുറെ ആൾക്കാർ ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു കളി തരുമോ ആ രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോ പേഴ്സണലി ആണെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിക്കുന്നോണ്ടല്ലേ ആളുകൾ പറയുന്നൊരു തോട്ടം, ഒരു കുറ്റബോധം. ഞാൻ ഇങ്ങനെ ജീവിക്കുന്നില്ല എന്നൊരു കുറ്റബോധം എനിക്കില്ലല്ലോ. ഞാൻ ഇങ്ങനെ അല്ലല്ലോ ജീവിക്കുന്നത്. ഇപ്പൊ കുലസ്ത്രീ എന്ന് പറഞ്ഞല്ലോ, എന്റെ കുടുംബത്തിൽ ഞാൻ കുലസ്ത്രീയാണ്. എന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കുലസ്ത്രീയാണ്. പിന്നെ പബ്ലിക്കിനിടയിൽ പോകുമ്പോൾ എനിക്ക് പലതും സംസാരിക്കേണ്ടി വരും, എനിക്ക് പലതും പറയേണ്ടി വരും, എനിക്ക് പല ഡ്രസ്സ് ഇടേണ്ടി വരും. ചേച്ചി പിന്നെ ചേച്ചിയുടെ വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ചിലർ ചോദിക്കുന്നുണ്ട് മൂത്രം തരുമെന്നൊക്കെ ചോദിച്ചു വളരെ വൃത്തിയായിട്ട രീതിയിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ചേച്ചി ഈ രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ട് ഇതാക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞതിനെ ചേച്ചി നിഷേധിക്കാൻ പറ്റും? അപ്പൊ സാധാരണ ലൈവ് ഇടുന്ന ആൾക്കാർ അക്കൗണ്ടിൽ ചെന്നാലും ചോദിക്കുന്നുണ്ട്, പക്ഷെ ആരും പറയുന്നില്ല. എനിക്ക് ഇത്ര ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. എനിക്കറിയാം ഞാൻ മൂത്രം വിറ്റ് കാശ് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്ന് പറയുന്നത്. അല്ലാതെ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ നേരിടുന്നുണ്ട്, അവരാരും പറയുന്നില്ല. വരുമ്പോൾ തന്നെ ടൈം ഔട്ട് കൊടുത്ത് അവരെ ബ്ലോക്ക് ചെയ്താൽ കളഞ്ഞു. ഇതിന്റെ അടിയിൽ ഇപ്പം ചോദിച്ച ഒരുപാട് പെമ്പിളാർ ചിലപ്പോൾ കമന്റ് ഇട്ടുകൊണ്ട് വരും. അപ്പോഴറിയാൻ പറ്റും എന്നൊരിക്കലും അവസരമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ലൈവിൽ ഇരുന്നപ്പോൾ പറഞ്ഞപ്പോൾ ഒരുപാട് പെമ്പിളാർ വന്ന് എന്നെ ബസ്സിലിരുന്ന് ചേച്ചി ഒരുത്തരം പിന്നെ ബാക്കിൽ ഇങ്ങനെ തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയാം. ഞങ്ങൾക്ക് പേടിയായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരും ഉള്ളിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ കമന്റിലൂടെ അല്ലാതെ നേരിട്ട് എന്തെങ്കിലും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചേച്ചി ഇങ്ങനെ മൂവീസും കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്. അപ്പൊ കാസ്റ്റിംഗ് കൗച്ച് നേരിടണ്ടോ? ഇല്ല, ആരും മോശമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യോ? സിനിമയൊക്കെ ലോ ബഡ്ജറ്റ് സിനിമകളാണ്. ലോ ബഡ്ജറ്റ് വലിയ വലിയ സിനിമയിലെ മേഖലയിലേക്കൊന്നും നമുക്ക് പോകാൻ. അപ്പൊ വലിയ വലിയ സിനിമകളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നാണ്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്ത കാര്യം ഞാൻ എങ്ങനെ പറയുന്നത്? എന്റെ കണ്ണിൽ ഒരു കാര്യം കണ്ടാൽ മാത്രമേ എനിക്ക് വിശ്വസിച്ചാൽ പോരെ. അപ്പൊ മോശമായിട്ടുള്ള അനുഭവം അങ്ങനെ കാസ്റ്റിംഗ് കൗച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല? എനിക്ക് എന്റെ ലൈവിൽ മാത്രം പ്രശ്നമുള്ളൂ, പിന്നെ കമന്റ് ബോക്സിലും മാത്രം പ്രശ്നമാണ്. എന്നുവെച്ചാൽ ചേച്ചി ഇപ്പൊ ഒരുപാട് ഫിലിമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ചേച്ചിക്ക് മീൻസ് ആ വർക്കിന് വിളിച്ച ഒരു വ്യക്തി ഉണ്ടാവല്ലോ, അങ്ങനെ വർക്കിന് വിളിച്ച വ്യക്തികളിൽ ഏറ്റവും നല്ലൊരു സന്തോഷ് പണ്ഡിറ്റാണ്. ഓക്കെ, എന്താ വെച്ചാ അതായത് ഏകദേശമൊക്കെ സൗകര്യങ്ങളൊന്നുമില്ല. സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളൊന്നുമില്ല. കോസ്റ്റ്യൂമാണ്, നമ്മൾ തന്നെയാണ് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പൊ വലിയ അഹങ്കാരമില്ല, ജാടയില്ല. അപ്പൊ ഞാൻ വേറെ സിനിമ ചെയ്തു സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. മോളിൽ നിന്നും താഴെ നിന്നുള്ള തട്ടിൽ താന്ന് തട്ട് മോള് തട്ട് അങ്ങനെയൊക്കെയാണ്. വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ക്യാരവാൻ, നമുക്കൊക്കെ ഓട്ടോറിക്ഷ. അപ്പൊ അതുപോലെയുള്ള ഇതില് പുള്ളിയുടെ ആ സെറ്റിൽ എല്ലാവരും ഒരേപോലെ പുള്ളി തന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ എനിക്ക് പുള്ളിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. പുള്ളിയുടെ ആ ഒരു സൗകര്യങ്ങൾ കുറവാണെങ്കിൽ പോലും പുള്ളിയുടെ ആ ക്യാരക്ടറും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല റീച്ച് ആയ ഒരു സിനിമയും കൂടിയാണ് ആദ്യയുടെ മകൾ അഞ്ജലി. പിന്നെ എനിക്ക് കിട്ടിയ സിനിമ എന്ന് പറയാം അവഞ്ചേഴ്സ്. അതിനകത്ത് ഞാൻ തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തത്. അവഞ്ചേഴ്സ് മലയാളമാണ് കേട്ടോ. ആ മൂവിയിൽ അതിനകത്ത് അത്യാവശ്യം നല്ല ബോൾഡ് ക്യാരക്ടറാണ് ചെയ്തത്. ആ ഒരു 2 സിനിമ എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ചേച്ചി ഇപ്പം റീസെന്റ് ആയിട്ട് ഈ ദിവസം ചേച്ചി കണ്ടു കാണും, അതായത് ബിഗ് ബോസിലെ മുമ്പ് വിന്നർ ആയിട്ടുണ്ടായിരുന്ന സാബു. അപ്പം പുള്ളി എല്ലാ ഓൺലൈൻ മീഡിയക്കാരും നിൽക്കുമ്പം നീലക്കുയിൽ എവിടെ എന്ന് പറഞ്ഞിട്ട് നീലക്കുയിലിനെ വളരെ മോശമായി അധിക്ഷേപിച്ചാണ്. ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ചേച്ചീനൊക്കെ വളരെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്ത. അപ്പം അങ്ങനെ സാബുമോൻ എന്ന് പറയുന്ന ആള് മുമ്പ് ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് തരികിട സാബു എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീലക്കുയിൽ വളരെ ഇപ്പൊ ആരാ നല്ലതുള്ളത്? അതെ, ആരാണ് നല്ലവരായിട്ടുള്ള ആൾക്കാർ ആരാ ഉള്ളത്? ഇവരെല്ലാം ഉള്ളില് ഇവരോടൊക്കെ ഒന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ച് അറിയാൻ പറ്റും ഇവരൊക്കെ ഒരു മൃഗം. എല്ലാരും പുറമെ എല്ലാരും ഭയങ്കര ചേച്ചി നീലക്കുയിലിനെയാണോ സാബുവിനെയാണോ? അല്ല, നീലക്കുയിലിനെ എനിക്ക് എന്താ പറയാ, എന്നെ ഇതുവരെ ഒന്ന് മോശമായിട്ട് പുള്ളിക്കാൻ എടുത്തിട്ടോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ മിസ്യൂസ് ചെയ്യോ എനിക്ക് തോന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. എന്റെ വീഡിയോ നല്ല സപ്പോർട്ട് ചെയ്ത വീഡിയോ എനിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിയാസ് അല്ലെ, നീലക്കുയിൽ നിയാസ്. അപ്പൊ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ വനിതാ വിനിതയില് സിനിമ റിലീസ് ആകുമ്പോഴത്തേനും കുറെ കുട്ടിനിക്കറിട്ട് കുറെ പേര് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവര് ചെന്ന് കറങ്ങാൻ പോകുമ്പോ ഈ ക്യാമറമാൻ വന്ന് എടുത്ത് പോസ്റ്റ് ചെയ്ത് ആർക്കാ കുഴപ്പമുള്ളത്? ഈ വരുന്ന പെൺകുട്ടികൾ അവിടെ റീച്ച് ആവുകയോ ചെയ്യുന്നേ. ഒരു പരിചയമില്ലാത്ത പെമ്പിള്ളാർ വരെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വനിതാ വിനിത ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇവർ ഇന്റർവ്യൂ ആയി, പിന്നെ ഇവർക്ക് തിരക്കായി, പിന്നെ ഉള്ള ഷഡ്ഡിയും പ്രായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് ഞാനിത് ജീവിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഷോർട്സ് ഇട്ട് തുള്ളി കഴിഞ്ഞാൽ നിമിഷാ വിജയ തുള്ളിയില്ലാതെ നടക്കുന്നതെന്ന് പറഞ്ഞത്.
ഇതൊക്കെ ഷഡ്ഡിയും പ്രായമായിട്ടാണ് പബ്ലിക്കായിട്ട് കുറെ എണ്ണങ്ങൾ നടക്കുന്നുണ്ട് തൂക്കി പിടിച്ചോണ്ട്. ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. ഇത് അവര് ഓരോ ചാനലുകാർ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ ഓരോ ആൾക്കാർ കാശുണ്ടാക്കുന്നു. ഇതിനൊന്നും ഒരു കഴിവില്ലാത്തവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്ര തന്നെ ഉള്ളൂ. എനിക്ക് ഓൺലൈൻ ചാനലുകാർക്ക് എനിക്ക് എല്ലാവരും നല്ല രീതിക്ക് റീച്ച് തന്നിട്ടുണ്ട്, നല്ല ഉപകാരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ എന്നെ ഒരു മോശം വീഡിയോയോ എന്റെ സൈഡിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ ഒരു വീഡിയോ പിന്നെ ഞാൻ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഞാൻ പബ്ലിക്കായിട്ട് പോകുമ്പോൾ മാന്യമായിട്ടുള്ള റിസൾട്ട് തന്നെ ഞാൻ പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും നീലക്കുയിലിനെ മാത്രം എല്ലാരും നീലക്കുയിൽ ഈ ഇടയിൽ അവാർഡൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണോ ആണോന്ന് എനിക്ക് അറിയത്തില്ല. ആയിരിക്കും, അല്ല നല്ല റീച്ച് ഉണ്ട് പുള്ളിയുടെ ചാനലെല്ലാം. റീച്ച് കൊണ്ടാണ് ആയിരിക്കും മേ ബി. അല്ല നീലക്കുയിൽ മാത്രമല്ല ഒരുപാട് ചാനലുകാർ ഇടുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഞാൻ കണ്ടായിരുന്നു. അനാർക്കലി സ്റ്റേജിൽ നിന്നിട്ട് ഏതോ ഒരു ക്യാമറ, എനിക്ക് പേരറിയത്തില്ല, അടിയെന്നാ ക്യാമറ പിടിച്ചേക്കുന്നത്. അതിലൊന്നാർക്ക് ഈ ക്യാമറ എടുത്തിടുന്ന ഇതിന് അർഹയായ പെൺകുട്ടികൾക്ക് ആർക്കും കംപ്ലൈന്റ് ഇല്ല. പിന്നെ എന്തിനാ ക്യാമറമാരെ കുറ്റം പറയുന്നേ? എല്ലാവരും തൊഴിലല്ലേ, എല്ലാരും ചെയ്ത് ജീവിക്കട്ടെ. ഓക്കെ ചേച്ചി, ഓൺലൈൻ മീഡിയ കാര്യങ്ങളെല്ലാം വിട്, ചേച്ചിന്റെ വിഷയത്തിലോട്ട് വരാം. ഇപ്പൊ ചേച്ചി പിന്നെ റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ ചേച്ചി ലൈവില് ചേച്ചിക്ക് റീച്ച് കിട്ടുന്നുണ്ട്, ഷോർട്സോ റീൽസിലൊക്കെ റീച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി ചാനൽസിനെ ഇന്റർവ്യൂവിന് വേണ്ടി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ PR വരാ ഈ ഒരു ചാനലില് എന്നെ നിമിഷ ബിജോ ഒന്ന് എന്താണ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂ ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെന്നിട്ട് എനിക്ക് വലിയ തേങ്ങാക്കൊലൊന്നും നേടാനൊന്നും ഇല്ല. എന്റെ പുറകെ നടന്ന് ഇന്റർവ്യൂ ഇതാന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നിട്ട് എനിക്ക് മാത്രമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു 10 റീല് അല്ലെങ്കിൽ ഒരു 2 റീല് റീച്ച് ആയി കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ ഇൻബോക്സ് ഇൻസ്റ്റാഗ്രാം നിറച്ച് ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിക്കും. എന്നാൽ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തായാലും നമ്മുടെ രീതിക്ക് നമ്മളൊരു പേയ്മെന്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും കൊണക്കിയോ അതൊന്ന് കൊണക്കിയോ, പിന്നെ അത് പറഞ്ഞ് മിക്കവാറും 500 രൂപ തന്നെ അത് പറഞ്ഞ് ഒപ്പിക്കും. എന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വന്നിട്ട് ഇവിടെ നമുക്കൊരു ഇന്റർവ്യൂ തരാന്ന് വെച്ചിരിക്കുമ്പോ ഇമ്മാതിരി തോന്നിവാസം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ തോന്നിയസായിട്ടല്ല ചോദിച്ചത്, ഞാൻ ചേച്ചി റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ചേച്ചി ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. നീ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നേ? നിന്റെ ചാനൽ പിന്നെ ചക്കപ്പൊഴുക്കൊന്നുമല്ലോ കിട്ടുന്നത്, റീച്ചല്ല നിങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ ചെയ്താൽ കിട്ടുന്നത്. ഇത് എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും എനിക്കൊരു മനസ്സമാധാനത്തിൽ ഒറ്റ ചാനലിൽ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. എല്ലാവർക്കും റീച്ച് വേണം എന്നല്ല, ലാസ്റ്റ് ചൊറിഞ്ഞ് നമ്മൾ അങ്ങേ അറ്റത്ത് കയറി പിടിക്കും. ഓക്കെ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. എന്നിട്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു സോറിയും ഉണ്ട്. ഇതിൽ എനിക്ക് തീരുമാനം, ഇത് നിങ്ങൾ എനിക്ക് ഇനി ഞാൻ ഒറ്റ ചാനൽ ഇന്റർവ്യൂ ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ മടുത്ത്. ഞാൻ എന്നെ ഇവിടെ ഇന്റർവ്യൂ വിളിച്ച ആ ഒരു വേട്ടവളി ഞാനെ വിളിച്ചേ അങ്ങോട്ട് കുറെ നേരമായി. ഇത് ഏത് ചാനലിൽ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ ചേച്ചി, അപ്പം ചേച്ചിക്ക് ഒരു നാട്ടിൻപുറത്തുകാരിയായി അങ്ങനെ ഇപ്പം ഇവിടം വരെ ചേച്ചി എത്തി നിൽക്കുന്നു. ഈ ഒരു കാലയളവിൽ ചേച്ചി എന്താണ് ജീവിതത്തെ പറ്റി പഠിച്ചത്? ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവത്തില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു 10 പേരെ അറിയാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതിന് ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിച്ചാൽ നമുക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. ആരെന്തെങ്കിലും വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. നമ്മുടെ കുടുംബം മാത്രം നമ്മുടെ കൂടെ നിൽക്കുക, അത് ഉറപ്പിച്ച് ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയിട്ട് മാക്സിമം കുടുംബ ജീവിതത്തിന് വാല്യൂ കൊടുക്കുക. അല്ലാതെ കണ്ണി കണ്ട ആൾക്കാർ പലതും വരും, അത് തരാം ഇത് തരാമെന്നും പറഞ്ഞ്. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് വരുന്ന ഏറ്റവും വലിയൊരു കഷ്ടം അത് തന്നെയാണ്. ഒരുപാട് പേര് അത് തരാം ഇത് കൊടുക്കാം സ്വർണം തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നാൽ അതിൽ വീഴാതിരിക്കുക. ലിവിൻ ടൂതറിനൊന്നും പോയി ചെന്ന് ചാടി കൊടുക്കുക. എനിക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. ഞാൻ ഒറ്റ കല്യാണം കഴിച്ചിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് വിജോൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹമായിട്ട് 18 വർഷമായിട്ട് ഞങ്ങളുടെ ലൈഫ്, ഇനി ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോകാൻ, ഞങ്ങൾക്ക് അതിലും വലിയ ഹാപ്പി ആവണേന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഓരോ ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾ ഹണിമൂൺ പോകുന്ന പോലെ ഞങ്ങൾ പോകുന്നത്. അത് തന്നെ അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ. ഞാൻ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ലൈവ് ഒക്കെ ഇടുകയൊക്കെ ചെയ്യും. അപ്പൊ ആരും അവനവൻ മറ്റുള്ളവർ പറഞ്ഞ നാട്ടുകാരെ വാക്ക് കേൾക്കാതെ നമ്മുടെ കുടുംബത്തിനെ ചേർത്ത് വെച്ച് നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് നമ്മുടെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഒരു എത്തിയ ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബം എൻ്റെ കയ്യിൽ സേഫാണ്. അവരെൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട്. എൻ്റെ ലൈഫ് സെറ്റാണ്. അതാണ് നിമിഷ ബിജോ. ഓക്കെ, ഇപ്പം നാളെ ഒരു പക്ഷേ ബിജോ ചേട്ടൻ പറയാണ് ഇതെല്ലാം നിർത്തിക്കോ, ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയെ നിർത്തുമോ? ആ, ബിജോ ചേട്ടനെ നിർത്തും. ഇത് തുടങ്ങി തന്നത് അപ്പൊ ബിജോ ചേട്ടനല്ലേ? അതെ. അപ്പൊ ബിജോ ചേട്ടനോട് പറഞ്ഞു, ബിജോ ചേട്ടൻ പോ അണ്ണാച്ചി പിന്നെ വാ. ഒരിക്കലും പറയില്ല. എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ഹാപ്പി കിട്ടുന്ന കാര്യത്തിൽ എന്റെ ഹാപ്പി ഞാൻ തിരിച്ചു കാണാനാണ് പുള്ളി കൂടുതൽ ആഗ്രഹിക്കുന്നത്. തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അത് എന്റെ മക്കളെപ്പോഴും പറയും. എന്റെ പപ്പയും അമ്മ ഒരിക്കലും പിരിയാതിരുന്നാൽ മതി. നിങ്ങൾ വീഡിയോ എടുക്കും, നിങ്ങൾ എന്തിനും കാണിച്ചു, പപ്പയും അമ്മ ഒരിക്കലും ഈ ചിരിച്ച മുഖത്തോട് തന്നെ എപ്പോഴും ഇരിക്കണമെന്ന് പറയും. അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന വാക്ക്. അപ്പം മക്കളും പ്രൗഡാണ്, എന്നെപ്പോലെ തന്നെയാണ്. സ്വഭാവം. ഇതുപോലെ പെട്ടെന്ന് ചൂടോ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ ഉണ്ട്. നല്ല ദേഷ്യം. നല്ല ദേഷ്യം ഉണ്ടല്ലേ? എന്നോട് ദേഷ്യപ്പെടില്ല, അച്ചാച്ചനോട് അമ്മമ്മ എന്നെ നല്ല പേടിയാ.
ഓക്കെ ഞാൻ വീട്ടിൽ ഭയങ്കര മറ്റേ തള്ള വൈബൊക്കെയാ. അതാ ഞാൻ ചോദിച്ചത്. അതായത് ഞങ്ങള് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കര വൈബാണ്. പക്ഷെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തള്ള വൈബ്. അതെ, മോൾക്കൊരു പ്രേമ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ വരുമ്പോ അമ്മ തള്ള വൈബായിരിക്കും. അവൾ എന്നോട് പറയും, ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് ആരെയും പ്രേമിച്ച് തോന്നിയാൽ നിനക്ക് ആരെയും പ്രേമം വേണം, നീ ആദ്യം പറയുന്നത് എന്നോടോ പപ്പയോടോ ആയിരിക്കും. അപ്പൊ ഓക്കെ ഡണ്ണമ്മ അപ്പൊ ഇങ്ങനെ ഇടിച്ചിട്ടൊക്കെ പോകും. ഞങ്ങൾ എല്ലാവരും മറ്റേ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും ഇരിക്കും. ഞങ്ങളുടെ ഒരു വീട് ഒരു കൊച്ചു സ്വർഗ്ഗമാണ്. അവിടെ ഞങ്ങൾ പ്രായപരിധി ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും വാടാ പോടാന്നൊക്കെ വിളിക്കും. അങ്ങനെ ഒരു വൈബാണ് ഞങ്ങളുടെ കുടുംബം മൊത്തത്തിൽ. ഇതിപ്പോ കാണുന്നവര് വിചാരിക്കും സ്ക്രിപ്റ്റ് ആണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു രീതി ചോദിച്ചാണ്, ചേച്ചി അത് വേറെ രീതിയിൽ എടുത്തു. അപ്പൊ ഒന്നുകൂടി സോറി പറയാണ്. അപ്പം എന്തായാലും ഓക്കെ. അപ്പം ചേച്ചി കുറച്ചൊന്നും മുൻകോപം മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും ആലോചിക്കാം. ഓക്കെ, അങ്ങനെ എനിക്ക് പറയുന്നത് എന്റെ ഇഷ്ടങ്ങളും എന്റെ ഒരു സ്വാർത്ഥതയില്ല എനിക്ക്, അതുമായിട്ട് ഞാൻ പോകും. ഓക്കെ. എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നി ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് കരയാൻ തോന്നി ഞാൻ കരയും, എനിക്ക് ചിരിക്കാൻ തോന്നി ഞാൻ ചിരിക്കും. ഓക്കെ, വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ ഇപ്പൊ പറഞ്ഞാൽ ചിലവിന് ഞാൻ ചോദിക്കും, ഇതൊക്കെ ഞാൻ മാറ്റി നിർത്തിക്കും. ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് നന്ദി. അപ്പൊ പ്രേക്ഷകരോട് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, ജീവിതവും എന്റെ കുടുംബവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ഞാനൊരു സാധാരണ പെണ്ണ് തന്നെയാണ്. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്ന് ഇവിടം വരെയൊക്കെ എത്തി. ഇനിയും എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും ആയെന്നല്ല. പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത്, ഞാൻ കിടക്കുന്ന വാടക വീട്ടില്ല. എൻ്റെ 2 നില വീടാണെന്നൊക്കെ പറഞ്ഞ് വലിയ കമൻറ്റുകളൊക്കെ കണ്ടായിരുന്നു. 2 നില വീടൊക്കെ തന്നെയാണ്, പക്ഷെ വാടക കൊടുത്ത് കിടക്കുന്നത്. ഒരു 2-3 സെന്റ് സ്ഥലമൊക്കെ എനിക്ക് മേടിക്കണം. അപ്പം അതുവരെ കുറച്ചൊക്കെ കമൻറ്റ് കുറയ്ക്കുക. അതായത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഓരോ അറ്റങ്ങളും മൂലകളൊക്കെ വരുന്ന ഭാഗങ്ങൾ, അതിൻ്റെയൊക്കെ പേര് എഴുതി ഇടാതിരിക്കുക. പൂക്കുട്ടി മാകുട്ടിയൊക്കെ വിളിക്കാതിരിക്കുക. ബാക്കി നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങൾ പറയാം, പക്ഷെ പാഴ്സിനെയൊക്കെ ഒന്ന് വെറുതെ വിട്ടേക്കുക. അതൊക്കെ അവയവങ്ങളല്ലേ, അത് അവിടെ ഇരുന്നോട്ടെ. അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. നന്ദി, നമസ്കാരം. അപ്പൊ ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി. ഒരുപാട് നന്ദി.